കരാറുകാരന്റെ അനാസ്ഥയിൽ ശാപമോക്ഷമില്ലാതെ തരിപ്പണമായി കോട്ടയം ചെമ്പ് പഞ്ചായത്തിലെ കാട്ടിക്കുന്ന് തുരുത്ത് റോഡുകൾ. കരാറുകാരനെതിരെ കടുത്ത നടപടികൾ എടുക്കാൻ മടിക്കുകയാണ് പഞ്ചായത്ത്. BJP ജയിച്ച ഏക വാർഡിനോടുള്ള ശത്രുതയാണ് പിന്നിലെന്ന് പഞ്ചായത്ത് അംഗം ആരോപിച്ചു. കോട്ടയം ചെമ്പ് പഞ്ചായത്തിലെ 15-ാം വാർഡായ കാട്ടിക്കുന്ന് തുരുത്തിലെ റോഡുകൾ അതിദയനീയാവസ്ഥയിലാണ്. ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. 2022-23 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിലെ 15 വാർഡിലും 10 ലക്ഷം രൂപ വീതം പശ്ചാത്തല വികസനത്തിന് അനുവദിച്ചിരുന്നു. തുരുത്തിലെ പ്രധാന റോഡായ തീരം റോഡ്, സ്രായിൽ റോഡ് തുടങ്ങിയവ കോൺക്രീറ്റ് ചെയ്യാനും പദ്ധതിയായി. ഓരോ സാമ്പത്തിക വർഷവും 125 മീറ്റർ വീതം 13 മീറ്റർ വീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ ഇതിനായി ടെൻഡർ എടുത്ത കരാറുകാരൻ ഇതുവരെ പണികളൊന്നും ചെയ്തില്ല. അതേസമയം മറ്റു വാർഡുകളിൽ പശ്ചാത്തല വികസന പദ്ധതികൾ പൂർത്തിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് 20-ന് കരാറുകാരന് കത്ത് കൊടുത്തതല്ലാതെ കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഏക BJP പഞ്ചായത്ത് അംഗത്തിനോടുള്ള അവഗണനയാണിതെന്ന് പഞ്ചായത്ത് അംഗം ചമയം ശശി ആരോപിച്ചു. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ BJPയുടെ ഒരു മെമ്പർ ഞാനാണ് ഇവിടെ വരുന്നത്. നാളിതുവരെ ഇവർക്കെതിരായിട്ട് ഒരു ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല. ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ പല കൊള്ളരങ്ങൾ നടന്നിട്ട് അത് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. 14 വാർഡിലും മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. 15-ാം വാർഡിൽ മെമ്പറില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. പഞ്ചായത്ത് ആപ്പിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ റിജോ കടവ് എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് 20/3/2025. നിങ്ങൾ 2022 മുതൽ ഇതുവരെയുള്ള വർക്കുകൾ ചെയ്ത് തീർക്കാത്തതുകൊണ്ട്, നിങ്ങൾ എഗ്രിമെൻ്റ് അനുസരിച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. അത് 20/3/2025 കൊടുത്ത് ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. അതോടെ ആ ചാപ്റ്ററും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ റോഡ് അപ്പാടെ തകർന്നു. സ്കൂൾ തുറന്നതോടെ കുട്ടികളും രക്ഷിതാക്കളും ഈ ദുരിതപാത താണ്ടേണ്ടി വരികയാണ്. എത്ര കുഞ്ഞുങ്ങൾ നേരം സ്കൂളിൽ പോകുമ്പോൾ വീഴണത്. ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല, വഴിയില്ല, ഒന്നുമില്ലാണ്ട് ആകെ ഞങ്ങൾ തകർന്നു നടക്കും. എത്രയും ഒരു വഴി വന്നാൽ എന്നല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെരുപ്പും പാൻറ്റും ഒക്കെ ചെളിയിലും ഒങ്ങിയാണ് വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കടവിൽ വന്നിട്ട് കഴുകി വേണം അവർക്ക് വണ്ടിയിൽ കയറി പോകാൻ പറ്റുന്നത്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് സൈക്കിളുണ്ട്. ഞാൻ ആ സൈക്കിള് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സൈക്കിൾ അവിടെ ഇരിക്കുവാണ്. സൈക്കിൾ പോലും ഇതിലെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇതിപ്പം പഞ്ചായത്തിലും മറ്റ് എല്ലാ സ്ഥലത്തുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തുരുത്തിൽ ഏകദേശം 150-ലേറെ കുടുംബങ്ങളിലായി 500-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. രാഷ്ട്രീയ വൈര്യം കൊണ്ട് ഇരയാകുന്നത് സാധാരണക്കാരാണ്. ജനം, കോട്ടയം.